ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ലൂർദ് തീർത്ഥാടന കേന്ദ്രത്തിന് വഴിതെളിച്ച വിശുദ്ധ ബെർണഡേറ്റ സോബിറസിന്റെ തിരുനാൾ ഇന്ന് തിരുസഭ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നു. 18 തവണ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദർശനം ലഭിക്കുകയും ലോകത്തോട് പ്രായശ്ചിത്തത്തിന്റെയും പ്രാർത്ഥനയുടെയും സന്ദേശം വിളിച്ചു പറയുകയും ചെയ്ത ഈ കൊച്ചു ഇടയ കന്യകയുടെ ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒന്നായിരുന്നു. 1844 ജനുവരി 7 ഫ്രാൻസിലെ ലൂർദിലായിരുന്നു ബെർണഡേറ്റയുടെ ജനനം. ആദ്യകാലത്ത് ബോളിമിലിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബം പിന്നീട് കൊടിയ ദാരിദ്ര്യത്തിലേക്ക് വീണു. ആസ്മയും കോളറയും ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അവളെ അലട്ടിയിരുന്നു. 14-ാം വയസ്സിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോഴാണ് ലൂർദിലെ മസാബിയേൽ ഗുഹയിൽ വെച്ച് അവൾ ആദ്യമായി വെള്ളവസ്ത്രം ധരിച്ച ഒരു സുന്ദരിയെ കാണുന്നത്. ഞാൻ നിങ്ങളെ ലോകത്തിലല്ല മറിച്ച് അടുത്ത ലോകത്തിൽ സന്തോഷവതിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് പരിശുദ്ധ മാതാവ് അന്ന് ബെനഡേറ്റയോട് പറഞ്ഞത്. 1858 ഫെബ്രുവരി മുതൽ ജൂലൈ വരെ 18 തവണയാണ് മാതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ അമലോത്ഭവയാണ് എന്ന് വെളിപ്പെടുത്തിയ മാതാവ് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാനും അവിടെ ഒരു ചാപ്പൽ പണിയാനും ആവശ്യപ്പെട്ടു. മാതാവിന്റെ നിർദ്ദേശപ്രകാരം ബെർണഡേറ്റ മണ്ണിൽ കുഴിച്ചപ്പോൾ തെളിഞ്ഞു വന്ന ഉറവയാണ് ഇന്നും ലൂർദിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗഖ്യമേകുന്ന അത്ഭുത ഉറവയായി നിലകൊള്ളുന്നത്. 1866 നോവേഴ്സിലെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി മഠത്തിൽ അവൾ ചേർന്നു. തന്റെ സന്യാസ ജീവിതത്തിന്റെ ഏറിയ പങ്കും നെവേഴ്സിലെ മഠത്തിലാണ് ബെനഡേറ്റ ചെലവഴിച്ചത്. അവിടെ അവൾ സിസ്റ്റർ മേരി ബെർണാഡ് എന്ന പേര് സ്വീകരിച്ചു. ലോകത്തിലെ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ത്യാഗം സഹിക്കുവാനുമായിരുന്നു അവൾ ബാക്കി ജീവിതം ഒഴിഞ്ഞുവെച്ചത്. തനിക്ക് ലഭിച്ച അത്ഭുത ദർശനത്തിൽ ഒട്ടും അഹങ്കരിക്കാതെ എന്റെ ആയുധങ്ങൾ പ്രാർത്ഥനയും ത്യാഗവുമാണ് എന്ന് അവൾ ലോകത്തിന് കാട്ടിക്കൊടുത്തു. 1879 ഏപ്രിൽ 16 തന്റെ 35-ാം വയസ്സിൽ കഠിനമായ രോഗപീഠകൾക്കിടയിലും ദൈവമാതാവെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1933 ഡിസംബർ 8 പയസ് 11-ാമൻ മാർപ്പാപ്പ ബെനഡേറ്റയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ബെർണഡേറ്റയുടെ മരണശേഷം 30 വർഷം കഴിഞ്ഞ് ശരീരം പുറത്തെടുത്തപ്പോൾ അത് അഴുകാത്ത നിലയിലായിരുന്നു. 1909, 1919, 1925 എന്നീ വർഷങ്ങളിൽ പരിശോധിച്ചപ്പോഴും ശരീരം അഴുകാത്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് ഫ്രാൻസിലെ നെവേഴ്സിലുള്ള സെന്റ് ഗിൽഗാർഡ് മഠത്തിൽ ഈ പുണ്യശരീരം വിശ്വാസികൾക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ പരിഹാസങ്ങളെ ക്ഷമയോടെ നേരിട്ട ബെർണഡേറ്റ എളിമയുടെയും വിശ്വസ്തതയുടെയും പ്രതീകമായി ഇന്നും ലോകമെങ്ങുമുള്ള പാവപ്പെട്ടവർക്കും രോഗികൾക്കും ഇടയന്മാർക്കും മധ്യസ്ഥയായി നിലകൊള്ളുന്നു.